ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ കാര്യത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, നിങ്ങളുടെ കാര്യത്തിൽ അവരെടുക്കുന്ന അടുത്ത തീരുമാനം. ഓക്കെ, ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. സക്സസ് വന്നിട്ടുണ്ട്. ചാലഞ്ച് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഇൻഡ്യൂഷൻ ആണ്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് അടുത്തതായി തീരുമാനിച്ചിരിക്കുന്നത്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? Two of Wands, Queen of Wands, Two of Swords reversed ആണ്. High Priestess, Ten of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ മൂൺ കാർഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്തിന് വേണ്ടി, ഒരു സ്പിരിച്വൽ, അതായത് എപ്പോഴാണോ നടക്കുന്നത് ആ സമയത്ത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇതിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതായത് അവരായിട്ട് ഒരു എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകാം, ആലോചിക്കുന്നുണ്ടാകാം, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്നുണ്ടാകാം. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവില്ല. അവരൊന്നും തന്നെ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. ഇതിനെല്ലാം കാരണം ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ഏജ് ഡിഫറൻസ് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡഡ് ആയിരിക്കാം. നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. ഓക്കെ, ഇപ്പോ നിങ്ങളെക്കാളും ഒരു ഇളയ വ്യക്തി ആയിരിക്കാം, യങ് പേഴ്സൺ ആയിരിക്കാം. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവര് എടുത്ത തീരുമാനം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ
ദൈവം എപ്പോഴാണോ തീരുമാനിക്കുന്നത് അപ്പൊ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു സ്പിരിച്വൽ ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളിപ്പോ വേർപിരിഞ്ഞ് പോയതെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സിറ്റുവേഷനുമായിട്ട് ഒക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അതിനെ റെസണേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് നിങ്ങളോട് ചെയ്തിട്ടുള്ള, നിങ്ങളെ പെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് വെച്ചിട്ട് നിങ്ങൾ അവരെ വേണ്ട എന്ന് വെച്ചിട്ട് മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടാകാം. അതിനുശേഷം പിന്നെയും നിങ്ങൾക്ക് ആ പേഴ്സണെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതൊരിക്കലും അവർ നിങ്ങളെ വിട്ടുപോയതല്ല, അവര് ഒരു സ്പിരിച്വൽ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത്തിന്റെ തൊട്ടിപ്പുറത്ത് വന്നത് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ടാകാം. 555 കാണുന്നുണ്ടാകാം, 1111 കാണുന്നുണ്ടാകാം. ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് എന്നുള്ള ഒരു സക്സസിന്റെ 1111 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഒരു കാര്യം എന്തെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഹോപ്പ് വെക്കുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഏഞ്ചൽ മെസ്സേജ് ആണത്. ഒരു 1111 ഒക്കെ നിങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരു ആൻസൈറ്റി ഉണ്ടാവുന്നത്, ഒരു പേടിയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ. മേ ബി ഇനി അവർക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് പറയണം എന്നൊരു വിചാരം. അതായത് ഇത്രയും നാളും നടന്നത് എന്താണ്, എന്തിനായിരുന്നു മാറി നിന്നത് എന്നൊക്കെ ഓപ്പൺ ആയിട്ട് പറയണം എന്നൊരു തോട്ട് ഉണ്ട്. പക്ഷേ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എങ്ങനെ എടുക്കും, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബ്രേക്ക് ആയി പോകുമോ, ഒരു ബാലൻസ് ഇല്ലാതായി പോകുമോ എന്നൊക്കെയുള്ള തോട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അല്ലെങ്കിൽ ഇത് നിങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ട് നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, അങ്ങനെയുള്ളവർ മാത്രം എടുക്കുക. കോണ്ടാക്ട് ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. ഓക്കെ, പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അത് പരസ്പരം നിങ്ങളുടെ പേഴ്സൺ അറിയിക്കുകയോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ലൈഫിൽ നടന്ന് നിങ്ങൾ അറിയിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പരസ്പരം പറയാതെ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ എനിക്ക് ഒറാക്കിൾ കാർഡ്, ഇൻഡ്യൂഷൻ കാർഡാണ് വന്നിട്ടുള്ളത് ഓവറോൾ ഡെക്ക് ആയിട്ട്. ഈ ഒരു കാർഡ് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ള സൂചനകൾ. മേ ബി ഇവര് നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം, വെള്ള തൂവലുകൾ കാണുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം, യെല്ലോ കളർ കാണുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ, ആ ഒരു സൈൻ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നതാണ്. ഈ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കുക, പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. ഇതിനു മുൻപേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഡിസിഷനും എടുത്തില്ല, ഒരു ആക്ഷനും എടുത്തില്ല, നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരുന്നു. വേറെ വ്യക്തികളായിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവിടെ 2 ഓഫ് സ്വർഡ്സ് എന്ന കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പുറത്തെ ഒരു സാഹചര്യം, ഇപ്പുറത്തെ നിങ്ങളെയും വെച്ചിട്ടൊരു കൺഫ്യൂഷൻ ആയിരുന്നു, ഒരു ബാലൻസ് ഇല്ലായ്മ, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല. അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തന്നെ ഒരു കോൺസെൻട്രേഷൻ, നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരെന്താ ചിന്തിക്കുന്നത്, ആ ഒരു ഡിവൈൻ ടൈമിൽ ദൈവമായിട്ട് തന്നെ ഒന്നിക്കും എന്നുള്ള, അതായത് അവരായിട്ട് തന്നെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. മേ ബി നിങ്ങളും തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടാകാം.
ഓക്കെ, ഇവിടെ ചാലഞ്ചുകൾ വന്നിട്ടുണ്ട്, ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നേരിട്ടതായിരിക്കാം, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇത് നേരിട്ടതായിരിക്കാം. എന്തായാലും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 10 എന്ന് പറഞ്ഞ പൂർത്തീകരണമാണ്. നിങ്ങൾക്ക് ആ ഒരു ലൈഫിന്റെ പൂർത്തീകരണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു പൂർത്തീകരണമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.